2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട 4 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് 3 മുന്നണികളുടെയും ആഗ്രഹം. തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ CPI കണ്ടെത്തിയ സ്ഥാനാർത്ഥിയായ C. ദിവാകരൻ നിലവിൽ നെടുമങ്ങാട് MLA ആണ്. ജയം ഉറപ്പാണെന്നും അത് എങ്ങനെയെന്ന് ചോദിക്കരുതെന്നും ദിവാകരൻ പ്രതികരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ സിറ്റിംഗ് MLA മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിലവിലെ MLA ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ അവരുടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അത്തരത്തിൽ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ചെലവ് ആരാണ് വഹിക്കേണ്ടത്? സിറ്റിംഗ് MLA ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമാണെന്നിരിക്കെ ജനങ്ങളുടെ കാശ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ എന്താണ് ആരും ശബ്ദമുയർത്താത്തത്? മലപ്പുറത്തു നിന്നുള്ള ലോക്സഭാംഗം E. അഹമ്മദ് മരിച്ച സാഹചര്യത്തിൽ വേങ്ങര MLA ആയിരുന്ന PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തു നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരികയും UDF സ്ഥാനാർത്ഥി KN ഖാദർ വിജയിക്കുകയും ചെയ്തു. ജനം ആവശ്യപ്പെടുന്നില്ല നിയമസഭാ സാമാജികനായ ഒരാൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്. അത് ആ പാർട്ടിയുടെ മാത്രം ആവശ്യമാണ്. ആ സ്ഥിതിക്ക് അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ചെലവ് ആരാണ് വഹിക്കേണ്ടത്? ഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യലല്ലേ അത്? ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് 5 വർഷം ആ മണ്ഡലത്തിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരാളെയാണ്. കാലാവധി പൂർത്തിയാക്കാതെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ ജനങ്ങളോടുള്ള വഞ്ചനയായി കണക്കാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെന്നിരിക്കട്ടെ, ജയം ഉറപ്പാണ് എങ്ങനെയെന്ന് ചോദിക്കരുത് എന്നൊക്കെയാണെങ്കിലും ഒരുപക്ഷെ ജയിച്ചില്ലെങ്കിൽ അത് ആരാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന MLA-യുടെ ആ ദിവസങ്ങളിലെ സേവനം മണ്ഡലത്തിലെ വോട്ട് നൽകിയ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതും ജനങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന നഷ്ടം. അപ്പോൾ എങ്ങനെ നോക്കിയാലും നഷ്ടം ജനങ്ങൾക്ക് മാത്രം.